കൈമാവലി കൃഷിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ അവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിച്ച മഞ്ഞളുണ്ട്. ഇന്നാൾ ഞാൻ കുറച്ചേ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി നടാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അതൊന്ന് കാണിച്ചു തരാമല്ലോ. ഇതിപ്പോൾ ഇതിവിടെ ഞാൻ വളവും ഇത് പ്രോട്ടീൻ മിക്സ് ആക്കി വെച്ചതാണ്. ഇതിൻ്റെ പേര് കുറച്ച് ചകിരിച്ചോറിട്ടെ ചകിരിച്ചോറ് ഇത് കണ്ടില്ല, ഇത് ചകിരിച്ചോറാണ്. ഇത് കുറച്ച് ഇല്ലാത്ത ചെരിഞ്ഞിട്ട് ഇത് വിളക്കി വെക്കണം. കുറച്ച് ഇട്ടേ ഈ ചക്കമണലിൽ ഇട്ട് വെച്ച വളായതാണ്. നിങ്ങളെ ചക്കമണലിൽ ഇട്ടിട്ട് മയിലിട്ട് കുഴച്ച് വെച്ചിട്ട് വളായതാണ്. അതിൻ്റെ പിന്നെ കുറച്ച് ചകിരിച്ച് കൊടുക്കും, വളായി പോയിട്ടാണ്. ഇനി ഇതിന് കുറച്ച് ചകിരിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ല ഇത് വളം മാത്രമായിരിക്കും. പിന്നെ വെള്ളം നനയുമ്പോൾ ഇതായിപ്പോയി. അതുകൊണ്ടാണ് കുറച്ച് ഇത് നടാനല്ല വിട്ടിട്ട് വെക്കണം. നട്ടു കൊടുക്കാം എന്ന് വെച്ചിട്ടാണ്. ഉമ്മായ കാണില്ല, ഉമ്മായ കട്ട വെട്ടിപ്പോയി ഉമ്മായ. അതുകൊണ്ട് ലേശം ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് ഇളക്കി എടുത്തിട്ട് വേണം ഇതിൻ്റെ പിന്നെ കൂട്ടിയെടുക്കാം. ഇല്ലേ ഇതാണ് വിത്ത്. അത് ഞാനവിടെ ചാക്കിലിടാം കേട്ടോ. മഞ്ഞൾ വിത്താണത്. ചാക്കിനകത്ത് വെച്ചിട്ടേ മുളച്ചിട്ട് തേച്ച് മുളക്കും. ഞാൻ കുറച്ച് തേങ്ങിൻ്റെ വിത്താണ് അതൊന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ. ചീഞ്ഞു പോയി. രണ്ടെണ്ണം മുളച്ചിട്ടുണ്ട്.
ഇനിയിപ്പം ഞാനിപ്പോൾ ഇതിൽ നടന്നത് കാണിച്ചു തരേ. അടിയിൽ ലേശം ഇത് വാരി ഇട്ടിട്ട് കരിയിലെ വാരി ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് വാരി നടക്കുന്നതായിരുന്നു. ബാക്കി ഇതെല്ലാം കുഴച്ച് വെച്ചതാണ്. അതിനെ കൊണ്ട് നൂറോട്ട് ഇടാനൊന്നുമില്ല. ചക്കവട്ടിൽ എല്ലാം ഇട്ടിട്ട് ഇതിൽ അമ്മിഞ്ഞതായി നല്ല വളയതാണ്. ഇത് കണ്ട, ഇത് കൂർക്ക കേക്കാണ്. ആ വിത്താവാൻ വേണ്ടി മുളച്ച് വരുന്നത്ര അത് വിത്തായിട്ട് നമുക്ക് മുറിച്ച് നടാം. ഇത് കണ്ട, 2 കൂർക്ക. ഇന്നലെ കൂർക്ക ഇതിൻ്റെ പേര് മഞ്ഞളുടെ ഫ്രൂട്ടിന് കണ്ട. പിന്നെ ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് നട്ടെ. ഇത് പൊടിച്ചിട്ട് കണ്ട 2 എണ്ണം ഉണ്ട്. ഇത് മുളച്ചതാണ് കണ്ട. ഇത് കണ്ടില്ല, ഇത് മുളച്ചിട്ട് കണ്ട. ഇതാ മുളച്ചിട്ട് ഇത് ഇവിടെ നട്ടു വെക്കട്ടെ. തയ്യായാലും നമുക്ക് നടാലോ. ഇവിടെ നട്ടു വെക്കണം. തയ്യാക്കിയാലും നമുക്ക് കൂർക്കക്കയിൽ നടാൻ പറ്റില്ല എന്ന് വിളിക്കാം. കൂർക്കക്കയിൽ പൊടിച്ചിട്ടില്ല. ഇന്നാളെ ഞാൻ പൊടിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടെല്ലാം കെട്ടുപോയി. കുടിച്ചതെല്ലാം പോയി. ഈ കരിയില ഞാൻ ഇന്നാളെ വാരി വെച്ചതാണ്. മഴ പെയ്യുന്നിടയ്ക്ക് വളർത്തുന്ന കോരി വെച്ച ചപ്പ് വാരി വെച്ചതാണ്. ഇതാകുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് നല്ല വളമായി നല്ല പോലായി. ഇതല്ലേ, ഇത് മഞ്ഞൾ നടാൻ വെച്ചിട്ടാണ് ഇങ്ങനെ. മഞ്ഞൾ ഒരു വാട് പൊടിച്ചിട്ട് ഞങ്ങൾക്ക് നടാൻ പറ്റാതെ ഒരിക്കലും നിർത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് ഇങ്ങനെ നടാൻ പോകും. ഇതൊന്നും ഇട്ടിട്ട് ഇങ്ങനെ നടാം. കാണിച്ചു തരാം. കണ്ടില്ലേ, മുളച്ചിട്ടുണ്ടോ? വലിയ വിത്താണ്. ഇനിയിപ്പോൾ ഇതിൽ നിറച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇത് നടാനാണ് പോകുന്നത് കേട്ടോ. ഇത് ഞാൻ നട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇതിലെല്ലാം നിറച്ചു. ഇനിയിപ്പോൾ ഇത് നട്ട് വെക്കട്ടെ. ഇങ്ങനെ മുള നല്ലോണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് മുളയുണ്ട്. അതുകൊണ്ട് വെച്ചാൽ ഒന്നേ നടിഞ്ഞ് 2 നടാൻ 2 3 നടാൻ വെച്ചിട്ടാണ്. മുള ഒരുപാടില്ലതുകൊണ്ട് ചെറിയതാണ്. ചെറുത് നമ്മൾ 2 3 നടാലോ. ഇപ്പോൾ ഇങ്ങനെ നട്ടിട്ട് ഇതിപ്പോൾ എല്ലാം മുള വന്നു പോയി. ഇപ്പം ഇത് ഇങ്ങനെ നടന്നു. കണ്ടില്ലേ, ചെറിയതെല്ലാം ഇങ്ങനെ ചെറിയതാണ്. ഇതെല്ലാം ചെറിയ വിത്താണ്. ചെറിയ വിത്താകുമ്പോൾ 2 3 നടാം. വലിയ വിത്താണെങ്കിൽ മരുന്നിന് പേടിക്കണ്ടേ. ഇപ്പോൾ ഇനിയിപ്പോൾ ഇല്ലേ,
കുറേ ഉണ്ട് നടാൻ. ഇപ്പോൾ അപ്പുറത്തങ്ങാട്ട് കൊണ്ടുപോയി നടണം. തൽക്കാലം ഇവിടെ ഒന്ന് നടാം. ഇത് കുറേ ഉണ്ട്, കാണുന്നില്ലേ? കുറേ വിത്തുണ്ട്, വിത്ത് ഒരുപാടുണ്ട്. ഇത് ഞാൻ നിലത്ത് നടാന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ എനിക്കിപ്പം പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. ചെറുതാണെങ്കിൽ ഓരോന്നേ മുളി ഉണ്ടാവില്ല, വലിയതാണെങ്കിൽ അത്രയും നണ്ടു. ഒറ്റ ഒന്ന് നട്ടാൽ മതി. കണ്ടില്ലേ? ഇതിപ്പോൾ ഞാൻ നട്ടു, മഞ്ഞൾ നട്ടിട്ട് ഇനി ബാക്കി നടാനുണ്ട്. അത് വേറെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ ബാഗുണ്ട് കുറേ, ഇതിനകത്ത് ചകരിച്ച് കൊണ്ടാണ്, എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. അതിൽ നട്ടു കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം ഇത് പിന്നെ ഇതുണ്ടല്ലോ കൂർക്കക്കിഴങ്ങ് ഉണ്ട്, വിത്താക്കട്ടെ വെച്ചിട്ട് അവിടെ പൊടിപ്പിക്കാൻ വെച്ചിട്ട് അത് പൊടിച്ചിട്ടാകുമ്പോൾ വിത്താക്കിയിട്ടാകുമ്പോൾ നമുക്കത് പൊടിച്ചിട്ട് മുറിച്ച് നടാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ തൽക്കാലം ഈ മഞ്ഞൾ നട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നിങ്ങൾ നന്ദി, നമസ്കാരം. പിന്നെ നിങ്ങളെന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് എന്നിട്ട് വരും, ആ ഹൈപ്പും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. അതുകൊണ്ട് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് കഴിഞ്ഞിട്ടൊന്നല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറേശ്ശെ കൃഷീൻ്റെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ കുറേ ആയില്ലേ കൃഷി അങ്ങനെ കാണാതെ, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പിന്നെ എൻ്റെ അടുത്ത് തെറ്റുകുറ്റങ്ങളും വന്നിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് മുമ്പത്തെ പോലെ കഴിയാതുകൊണ്ടും ഓർമ്മക്കുറവ് വരുന്നതുകൊണ്ടും പലതും ആയിപ്പോന്ന്, അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണം. എന്നിട്ട് നിങ്ങൾ വീഡിയോ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.